ഗൈസ്, വെൽക്കം ബാക്ക് ടു +916. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് 2-3 പേരെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യണം. 1 by 1 ആയിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ എന്തായാലും രാവിലെ ഞാനൊരു ഉച്ചയ്ക്ക് ലൈവ് ഇടാൻ പോയ സമയത്ത് എൻ്റെ ഫോണൊന്ന് താഴെ വീണു. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്വിച്ച് സ്ട്രക്കായിട്ട് കംപ്ലീറ്റ്ലി എൻ്റെ ഫോൺ എല്ലാം ഫോർമാറ്റ് ആയിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ടൊക്കെ പോയിട്ടുണ്ട്. സോ നാളെ നമുക്കിവിടെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് സോഫ്റ്റ്വെയർ കടകളൊക്കെ അടപ്പാണ്. സോ നാളെ ഞാൻ പോയിട്ട് റിക്കവർ ചെയ്യാൻ പറ്റും എന്നാണ് എല്ലാവരും പറയുന്നത്. സോ നാളെ പോയിട്ട് റിക്കവർ ചെയ്താൽ വീണ്ടും പഴയ ചാനലിൽ ഞാൻ ലൈവ് ഇട്ട് വരും. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ പുതിയ ചാനലിലും ലൈവുകൾ ഇട്ട് വരും. എല്ലാ ചാനലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. അത് നമുക്ക് എന്താ പറയുക, ദൈവം തരുന്നതിൻ്റെ കൂടെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് നമ്മുടെ എഫേർട്ടും കൂടെ ഇട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഈ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് മിസ്റ്റർ അതുലിനാണ്. അതിനൊരു കാരണമുണ്ട്. അതുല് അവിടെ വന്നിരുന്ന ഒരു നന്മമര ചമയുന്നത് പോലെ ഞാൻ വിജയരാജ് ഈ വോയിസ് റെക്കോർഡ് ചെയ്തതിനോട് യോജിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ എന്തോ വലിയ നന്മമരമാണ് എന്നുള്ള രീതിയിലൊന്ന് പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ അതുലിനോട് ചോദിക്കുന്നത്, താങ്കളുടെ ചാനലിലെ വീഡിയോസ് ഒരു 20 ദിവസം ഇപ്പുറത്തുള്ള വീഡിയോസ് എടുത്തു നോക്കുക. എത്ര പേരുടെ വോയിസ് ആണ് താങ്കൾ പുറത്തുവിട്ടിട്ടുള്ളത്? താങ്കൾ റെക്കോർഡ് ചെയ്തോ ഇല്ലയോ, പക്ഷെ താങ്കൾ എത്ര പേരുടെ വോയിസ് ആണ് പുറത്തുവിട്ടിട്ടുള്ളത്? അത് മറ്റൊന്നിന്ന് എടുത്തായിക്കോട്ടെ. ഇപ്പം ആരോ ഒരു ചാനലിൽ ഒരു വോയിസ് പുറത്തു വിട്ടു, അത് വേണമെങ്കിൽ നമുക്ക് എടുത്ത് നമ്മുടെ ചാനലിൽ ഇടാം. ഇടണമെങ്കിൽ ഇടാം, പക്ഷെ ഇടാതെയും ഇരിക്കാം. പക്ഷെ സ്വന്തം കണ്ടന്റിന് വേണ്ടി എത്ര പേരുടെ വോയിസ് ആണ് ഈ 20 ദിവസത്തിനകത്ത് താൻ പുറത്തുവിട്ടത്? അഫ്സൽ, ദിയ, അതായത് ഫയാസന, പിന്നെ മറ്റേ ആദിത്യ, ആ കൊച്ചിൻ്റെ മരണത്തിലെ ആ പെൺകുട്ടിയുടെ വോയിസ്, ഇവൻ്റെ ആ ബോയ് ഫ്രണ്ടിൻ്റെ വോയിസ്, എത്ര പേരുടെ വോയിസ്? എന്നിട്ട് നിങ്ങൾ നന്മമരം വന്ന് ചമഞ്ഞ് പറയുന്നു ഞാൻ ആരുടെയും വോയിസ് റെക്കോർഡ് ചെയ്യില്ല, പുറത്ത് വിടില്ല. എടോ, പുറത്ത് വിട്ട് പണം ഉണ്ടാക്കി തിന്നവനാണ് നീയും. എന്നിട്ട് നീ എന്താണ് ഒരു വിരലില്ലാത്തവൻ, എന്താ പറയുക, 4 വിരലില്ലാത്തവൻ 1 വിരലില്ലാത്തവനെ കുറ്റം പറയും പോലെയാണ് നീയൊക്കെ ചെയ്യുന്നത്. ഇപ്പം നിൻ്റെ കൂട്ടുകാരനകത്തായപ്പോൾ നീ അവനെയും തള്ളി പറയുന്നു. ഇതാണ് നിങ്ങൾ ഒരുമിച്ചുള്ള കൂട്ടുകാർ. മനസ്സിലായോ? മനസ്സിലായി? ഇതാണ് നിങ്ങൾ. സത്യം പറഞ്ഞാൽ നിങ്ങളിൽ ഒരാൾ പോലും ജെനുവിൻ ഫ്രണ്ട്സ് അല്ല. ഇനിയിപ്പോൾ അവൻ ചെയ്തത് തെറ്റ് തന്നെ ആണെങ്കിലും തെറ്റാണ്, പക്ഷെ അവൻ്റെ കൂടെ നിൽക്കണം എന്നല്ല. നിങ്ങൾ വിമർശിക്കുന്നത് നല്ലത് തന്നെയാണ്, പക്ഷെ അത് നീ തെറ്റ് ചെയ്യാത്തവനായിട്ടായിരിക്കണം. അതേ തെറ്റ് നീ ചെയ്തിട്ട് നീ എങ്ങനെ അവനെ വിമർശിക്കും? തെറുത്താത്തേക്ക് ജിനൂസിനെ വിമർശിക്കാൻ എന്ത് യോഗ്യതയുണ്ടെന്ന് ചോദിക്കുന്ന നിനക്ക് എന്ത് യോഗ്യതയുണ്ട് വിജയരാജിനെ വിമർശിക്കാൻ? നീ സെബാന്റെ വിഷയത്തിൽ നീ എന്നെ വിളിച്ച് എൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചില്ലേ? ഇല്ലെന്ന് നീ എന്നോട് പറയാമോ? ശ്രമിച്ചില്ലേ? നീ ശ്രമിച്ചിട്ട് നിനക്ക് 8ൻ്റെ പണി ഞാൻ തന്നു വിട്ടില്ലേ? പച്ചത്തെറി ഞാൻ തന്നു വിട്ടില്ലേ? നിനക്ക് റെക്കോർഡ് ചെയ്യാനാണ് ഡാഷ് മോനെയും ചോദിച്ചിട്ട്. അങ്ങനെയല്ലേടാ നീ റെക്കോർഡ് ചെയ്യാതെ ഓടിയത്? എന്നിട്ട് നീ പറയുന്നു നീ യോഗ്യനാണ്, നീ ഭൂലോക നന്മമരമാണെന്ന്. ആരടാ നിന്നെയൊക്കെ വിശ്വസിക്കും? ഇങ്ങനെ കുറച്ച് യൂട്യൂബേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്, സ്വയം ചെയ്യേണ്ട തെണ്ടിത്തരം മൊത്തവും ചെയ്തിട്ട് പിന്നീട് ഒരാൾക്ക് അപകടം പറ്റിയെന്ന് കാണുമ്പോൾ അയ്യോ ഞങ്ങളെല്ലാം വലിയ നന്മമരമാണെന്ന് പറഞ്ഞ് ഇറങ്ങുന്ന. വിമർശിക്കും മുമ്പ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയക്കകത്ത് ഒരുപാട് കണ്ടന്റ് ഉണ്ട്, നമുക്ക് സംസാരിക്കാം. അത് നല്ല രീതിക്ക് ഉപയോഗിച്ച് സംസാരിക്കുന്നതിന് പകരം പെട്ടെന്ന് കിട്ടുന്ന ചീപ്പ് പബ്ലിസിറ്റിക്കും പണത്തിനും വേണ്ടി മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് പോലും അറിയാതെ, അതവർക്ക് എന്ത് ദോഷമുണ്ടാക്കുന്നു എന്ന് ചിന്തിക്കാതെ നീയും നിന്റെ കൂട്ടത്തിലുള്ള കുറച്ച് നരികളും ചെയ്യുന്നത് അടുത്തവൻ്റെ ജീവിതത്തെ, അടുത്തവൻ്റെ കോൾ റെക്കോർഡ് വിൽക്കുന്നു എന്ന് പറയുമ്പോൾ അടുത്തവൻ്റെ ജീവിതത്തെ വിൽക്കുന്നു എന്നാണ് അർത്ഥം. നിന്റെ സഹോദരിക്ക് ഒരു കാമുകൻ ഉണ്ടെങ്കിൽ അവനുമായിട്ട് സംസാരിച്ച വോയിസ് റെക്കോർഡ് നീ ഇതുപോലെ എടുത്ത് പുറത്ത് വിടുമോ? ഒരു പ്രശ്നം വരുമ്പോൾ നീ വിടുമോ? വിടില്ലല്ലോ. പിന്നെ നീ എന്ത് ന്യായീകരണമാണ് അവിടെ വന്നിരുന്ന് ന്യായീകരിക്കുന്നത്? അപ്പോൾ ഇത് എന്തായാലും അതിലുള്ള എൻ്റെ മറുപടി. ഇനി ബാക്കി 2 പേർക്കുള്ള മറുപടിയായിട്ട് ഞാൻ വരുന്നുണ്ട്. ഓരോരുത്തർക്കായിട്ട് എല്ലാം ഒരുമിച്ച് ഒരു വീഡിയോയിൽ വേണ്ട. സോ കുറ്റം ചെയ്യാത്തവനാണെങ്കിൽ നീ അവനെ വിമർശിക്കും, അല്ലെങ്കിൽ അവിടെ മിണ്ടാണ്ടിരി പൊന്നെ, അവിടെ മിണ്ടാണ്ടിരി. പിന്നെ ഈ അതുലിൻ്റെ വീഡിയോയിൽ മറ്റൊരു സംഭവം ഞാൻ ശ്രദ്ധിച്ചത്, അവനൊരു കേസ് വന്നെങ്കിൽ അവൻ അകത്തു പോയി, അതുപോലെ പുറത്തു വന്നു, അവൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു. ഇതൊന്നും അവനെ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ഈ അതിലെന്ന് പറയുന്ന വ്യക്തി, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന മുഖപടം ഇട്ടുകൊണ്ട് നിൽക്കുന്ന അതുലെന്ന് പറയുന്ന വ്യക്തി സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജ്, അതെ അവൻ ചെയ്തത് ഒരു തെറ്റാണ്, ആ തെറ്റിന് അവൻ അകത്ത് പോയി, എന്നിട്ട് അവൻ ജാമ്യത്തിൽ പുറത്തിറങ്ങി, അതുകൊണ്ട് ഇനിയുള്ളവർക്കും എന്ത് തെറ്റും ചെയ്യാം, നിയമത്തെ വെല്ലുവിളിക്കുക. ഇതാണ് ഈ പറയുന്ന യൂട്യൂബർ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നത്. ഇതാണ്. അതായത് കൂട്ടുകാരൻ അകത്ത് പോയി, ശരിയാണ്, അവൻ തെറ്റ് ചെയ്തു, അകത്ത് പോയി, പുറത്ത് വന്നു, അതും ശരിയാണ്, അവനെ ഈ കേസ് ഒന്നും ചെയ്യത്തില്ല, അതുകൊണ്ട് നിങ്ങളെല്ലാം വോയിസ് റെക്കോർഡ് പുറത്ത് വിട്ടോ എന്നൊരു മെസ്സേജ്
മെസ്സേജാണ് നീ നിന്റെ വീഡിയോയിലൂടെ സൊസൈറ്റിക്ക് കൊടുക്കുന്നത്. ഇതാണ് നിന്റെയൊക്കെ എന്താ പറയുക, സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ സൊസൈറ്റിക്കോ നീയൊക്കെ കൊടുക്കുന്ന അവയർനെസ് ഇതാണ്. അതല്ലാതെ ഇത് ചെയ്യരുത് എന്നല്ല. നീ ചെയ്യരുതെന്ന് ഒരു വശത്ത് പറഞ്ഞിട്ട് മറുവശത്ത് നീ പറയുന്നു അവൻ അകത്ത് പോയി അവൻ പുറത്ത് വരുമെന്ന്. എന്തോന്നടേ, എന്ത് നിലപാടാടേ നിനക്ക്? എന്ത് നിലപാടാടേ? നിന്റെ വീഡിയോ നീ തന്നെ ഒന്ന് കേട്ട് നോക്ക്, അപ്പം നിനക്ക് മനസ്സിലാകും ഞാൻ എന്താണ് പറയുന്നതെന്ന്. അപ്പോൾ എന്തായാലും ഗൈസ്, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഓഫ് സനു ഫ്രം +9 on 6.